شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والحمد لله قاسم الجبارين نكال الظالمين معتمد المؤمنين. സ്നേഹസമ്പന്നരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്ന് നമുക്ക് സൂറത്തു മുഹമ്മദിലെ 27-28 ആയത്തുകളെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം അതിൻ്റെ ഖിറാഅത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا توفتهم الملائكة يضربون وجوههم وأدبارهم ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم. ഇനി വാക്കർത്ഥങ്ങൾ. ഫകൈഫ, അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? ഇദാ തവഫത്തുഹുമുൽ മലായിക, അവരെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ. യളിരിബൂന, അവർ ആ മലക്കുകൾ പ്രഹരിച്ചുകൊണ്ടിരിക്കും. വുജൂഹഹും, അവരുടെ മുഖങ്ങളിൽ. വ അദ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിൽ. പൂർണ്ണമായി അർത്ഥം പറഞ്ഞാൽ, അപ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? ദാലിക, അതെന്തുകൊണ്ടെന്നാൽ ബി അന്നഹും, നിശ്ചയമായും കാരണം അവർ ഇത്തബഉ, അവർ പിൻപറ്റിയത് മാ അസ്ഖതല്ലാ, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെയാണ്. വകരിഹു, അവർ വെറുത്തു. റിളുവാനഹു, അവൻ്റെ പ്രീതിയെ. ഫഅഹ്ബത അഅമാലഹും, അതിനാൽ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളഞ്ഞു. മുഴുവനായി പറഞ്ഞാൽ അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യത്തെ അവർ പിന്തുടരുകയും അവൻ്റെ പ്രീതിയെ അവർ വെറുക്കുകയുമാണ് ചെയ്തത്. അതിനാൽ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളഞ്ഞു. ഇനി ഈ ആയത്തുകളുടെ തഫ്സീറുകളിലേക്ക്, വിശദീകരണത്തിലേക്ക് വന്നാൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ ധിക്കാരികളായി ജീവിച്ച മുർത്തദ്ദുകൾ, മതപരിത്യാഗികളായ ഈ കുഫാറുകളുടെ അന്ത്യനിമിഷത്തെപ്പറ്റിയാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത്. അവരുടെ അവസാന നിമിഷത്തിൽ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭം, ആ സന്ദർഭത്തിലുള്ള അവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന്, ഈ സത്യനിഷേധികളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ കൂട്ടാക്കാത്ത രൂപത്തിൽ ശരീരത്തിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുടെ റൂഹുകൾ. ആ സന്ദർഭത്തിൽ മലക്കുകൾ ശക്തിയായി പ്രഹരിച്ചുകൊണ്ട് മുഖത്തും ബാക്കിലും പിൻഭാഗത്തും മലക്കുകൾ ശക്തിയായി പ്രഹരിച്ചുകൊണ്ട് ആ റൂഹിനെ പുറത്തെടുക്കുമെന്നാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിൻ്റെ 50-ാമത്തെ ആയത്തിൽ സമാനമായ ആശയം അള്ളാഹു കൊണ്ടുവരുന്നു. വലൗ തറ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു
യദ്രിബൂന ഉജൂഹഹും വഅദ്ബാറഹും. സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും, അവിടെയും അതേ പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചത്. യദ്രിബൂന വുജൂഹഹും, മുഖങ്ങളിലും, വഅദ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിലും. അങ്ങനെ പിൻഭാഗങ്ങളിലും മുഖങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം ഓ നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ. വദൂഖു അദാബൽ ഹരീഖ്, എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയും, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൻ്റെ 93-ാമത്തെ ആയത്തിലും അള്ളാഹു ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. ഓ നബിയെ, ആ അക്രമികൾ, ആ കുഫാറുകൾ മരണപ്രാളത്തിലായിരിക്കുന്ന രംഗമെങ്ങാനും നീ കണ്ടിരുന്നെങ്കിൽ. എന്താണ് അവിടെ നടക്കുന്നത്? വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞ് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്ന് മലക്കുകൾ അവരോട് പറയും. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെയും. വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരുന്നതിൻ്റെയും ഫലമായിട്ടാണ് ഇത്ര നിന്ദ്യമായ ഹീനമായ ശിക്ഷ നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ട് ചീത്താത്മാവേ, നീ പുറത്തിറങ്ങൂ എന്ന് മലക്കുകൾ ആ കുഫാറുകളോട്, സത്യനിഷേധികളോട് മരിക്കുന്ന രംഗത്ത്, മരിക്കുന്ന സന്ദർഭത്തിൽ പറയുമെന്നാണ്. ഈ ആയത്തുകളിലൊക്കെ മുഖങ്ങളിലും പിൻഭാഗങ്ങളിലും അള്ളാഹുവിൻ്റെ മലക്കുകൾ മലക്കുൽ മൗത്ത് ശക്തിയായി പ്രഹരിക്കുമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, കുഫാറുകളുടെ പ്രധാന പ്രവർത്തനം, അല്ലെങ്കിൽ അവർ ചെയ്ത ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനം എന്താണ്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിക്കുകയാണ്. അവർ പുറംതിരിഞ്ഞ് നടന്നു. അതുകൊണ്ടാണ് മുഖം കൊടുക്കേണ്ടുന്ന, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കേണ്ടുന്ന സന്ദർഭത്തിൽ മുഖം തിരിച്ചത് കാരണം മുഖത്ത് അടിക്കുകയാണ്. അതുപോലെ തന്നെ തിരിഞ്ഞ് നടക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് പിൻഭാഗത്തും മലക്കുകൾ ശക്തിയിൽ പ്രഹരിക്കുമെന്നാണ് മുഫസ്സിറുകൾ ഇതിൻ്റെ ഇങ്ങനെ രണ്ട് ഭാഗം പ്രത്യേകിച്ച് പറയാനുള്ള കാരണമായി കൊണ്ടൊക്കെ വിശദീകരിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ കാഫിറായ ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുമ്പോൾ മലക്കുൽ മൗത്ത് കാഫിറായവൻ്റെ റൂഹിനെ പിടിക്കുന്ന രംഗം, അവിടെ സംഭവിക്കുന്ന ചില സംഗതികളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന മലക്കൽ മൗത്ത് ഇദാ ജാഅൽ കാഫിറ ഇൻദ ഇഹ്തിലാരിഹി ഫീ തിൽക സൂറത്തിൽ മുൻകറ. ആരാലും വെറുക്കപ്പെടുന്ന വിരൂപിയുടെ രൂപത്തിലായിരിക്കും മലക്കുൽ മൗത്ത് കാഫിറിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുപോകാൻ, അവൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് പറയും, യഖൂൽ ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ ഖബീസതു ഇലാ സമൂമിൻ വഹമീം. അല്ലയോ വൃത്തികെട്ട ആത്മാവേ, നീ ചുട്ടുപൊള്ളുന്ന നരകത്തിലേക്ക് പുറപ്പെട്ടോ, അതിനുവേണ്ടി തയ്യാറായിക്കോ. ഫീ സമൂമിൻ വഹമീം. എവിടേക്കാണ് നീ പോകേണ്ടത്? തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിനാലും ചുട്ടു തിളക്കുന്ന ജലത്തിനാലും നിർമ്മിക്കപ്പെട്ട വദുല്ലിം മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണലിനാലും ഉണ്ടാക്കപ്പെട്ട നരകത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിക്കോ എന്നു പറഞ്ഞ് ഈ മലക്കുൽ മൗത്ത് അവൻ്റെ റൂഹിനെ പിടിക്കാൻ ഒരുങ്ങുമെന്നാണ്. എന്നാൽ മലക്കുൽ മൗത്തിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ആ ആത്മാവ്, ആ നിഷേധിയായ റൂഹ് അവൻ്റെ ശരീരത്തിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കും. ശരീരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും, ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കള്ളൻ പോലീസിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കുറ്റവാളി ന്യായാധിപനെ കാണുന്നത് പോലെ ഒളിച്ചു നിൽക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ പുറത്തേക്ക് വരാൻ അനിഷ്ടം കാണിച്ചുകൊണ്ട് ആ ശരീരത്തിൽ തന്നെ ഈ ചീത്ത റൂഹ് അള്ളിപ്പിടിച്ച് നിൽക്കുമെന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോഴാണ് മലക്കുകൾ അവൻ്റെ മുഖങ്ങളിലും അവൻ്റെ പിൻഭാഗത്തും
ശക്തമായി പ്രഹരിക്കുക. കാരണം ആ റൂഹിനെ പുറത്തേക്ക് ലഭിക്കാൻ വേണ്ടി ഈ മലക്കുകൾ ശക്തിയായി പ്രഹരിക്കും. അപ്പോൾ ഫയസ്തഖ്രിജൂനഹ മിൻ ജസദിഹി, അങ്ങനെ മലക്കുകൾ ആ ചീത്ത ആത്മാവിൻ്റെ റൂഹിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കമാ യഖ്റുജു സഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ഇരുമ്പിൻ്റെ കുളത്തുകൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പഞ്ഞി ആ കുളത്തുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ നിന്നും റൂഹിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫതഖ്റുജു മഅഹ അൽ അറൂഖു വൽ അസബ്, നാഡികളും ഞരമ്പുകളും അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമുക്ക് അത് കണ്ണിൽ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അത്രത്തോളം ഭീകരമായ പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകളാണ് ഒരു കാഫിറായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഉണർത്തുകയാണ്. ഈ സമയത്ത് മലക്കുകൾ അവരെ പ്രഹരിക്കുന്നു, അതുപോലെ തന്നെ ശക്തിയായി അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സമയത്ത് അന്നൽ മലായികത തഖൂലു ലഹും, മലക്കുകൾ അവരോട് പറയും. എന്താണ് പറയുന്നത്? വദൂഖു അദാബൽ ഹരീഖ്, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അപ്പോൾ ഇത്രയും നിന്ദ്യമായ രൂപത്തിലാണ് കുഫാറുകൾ അവസാനമായി കൊണ്ട് മരിക്കുന്ന രംഗം ഉണ്ടാകുന്നത്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അള്ളാഹു നമ്മെ അത്തരം നിന്ദ്യമായ ഒരു മരണം വരിക്കുന്നതിൽ നിന്നും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു വിശദീകരണം കൂടെ ഈ ആയത്തിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആയത്ത് ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ മരിപ്പിച്ചു കഴിഞ്ഞാൽ എന്നാണ്. അപ്പോൾ മരണത്തിന് ശേഷമുള്ള രംഗമാണ് ഇനി പറയാനുള്ളത്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും അടിക്കുമെന്നുള്ളത് മരണത്തിന് ശേഷമുള്ളതാണ്. ബർസഖിൻ്റെ ലോകത്ത് മരണപ്പെട്ടത് മുതൽ അവൻ്റെ ബർസഖ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഖബർ ജീവിതമടക്കം ആ ഖബർ ജീവിതമടക്കം ബർസഖിലാണ് പെടുക. അപ്പോൾ ഖബർ ജീവിതത്തിലുള്ള ഖബറിൻ്റെ ഉള്ളിലുള്ള ശിക്ഷയെപ്പറ്റിയാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് എന്നും ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖബർ ശിക്ഷക്കുമുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്നുമുള്ള തെളിവായിക്കൊണ്ട് ചിലരെങ്കിലും ഈ ആയത്തിനെ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ദാലിക, ഇതെന്തുകൊണ്ടാണ് ഈ നിന്ദ്യമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ബി അന്നഹും, കാരണം അവർ ഇത്തബഉ, പിൻപറ്റിയതുകൊണ്ടാണ്, മാ അസ്ഖതല്ലാ, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ, വകരിഹു, അവർ വെറുത്തു, റിദ്വാനഹു, അവൻ്റെ തൃപ്തിയെയും, ഫഅഹ്ബത അഅമാലഹും, അതുകൊണ്ട് തന്നെ അവർ ചെയ്ത എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി കൊണ്ടിരിക്കും, നിഷ്ഫലമാകുമെന്നാണ് 28-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദാലിക, ഇത് ഐ അൽ അദാബുല്ലദി ഇസ്തഹഖൂഹു വനാലുഹു, അവർക്ക് ലഭിക്കാൻ അർഹമായിട്ടുള്ള ഈ ശിക്ഷയുടെ കാരണം, ബി അന്നഹും, നിശ്ചയമായും അവർ, ഇത്തബഉ മാ അസ്ഖതല്ലാ, അള്ളാഹു വെറുത്തതിനെ അവർ പിൻപറ്റി. എന്താണ് അള്ളാഹു വെറുത്തത്? മിൻ കുല്ലി കുഫ്രിൻ വ ഫുസൂഖിൻ വ ഉസ്യാനിൻ, എല്ലാവിധ തിന്മകൾ, എല്ലാവിധ നിഷേധവും, എല്ലാവിധ തമ്മാടിത്തരങ്ങളും. ഈ തമ്മാടിത്തരങ്ങളെയും ഈ നിഷേധത്തെയും ഈ തിന്മകളെയുമെല്ലാം ഈ കുഫാറുകൾ, ഈ മുർത്തദ്ദുകൾ, ഈ മുനാഫിഖുകൾ അവർ പിന്തുടർന്നു. അതുപോലെ തന്നെ വകരിഹു റിദ്വാനഹു, അവൻ്റെ തൃപ്തിയെ അവർ വെറുക്കുകയും ചെയ്തു. എന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തി? നമുക്കറിയാം, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ ഏറ്റവും നല്ല വിശ്വാസമാണ് വേണ്ടത്, ഈമാനാണ് വേണ്ടത്. അതിനുശേഷം ഈമാനോടുകൂടിയുള്ള സൽക്കർമ്മങ്ങൾ ഇതുണ്ടാകണം. എങ്കിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ലഭിക്കുക. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബയ്യിനയുടെ 7-8 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമന്മാർ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക്
അവരുടെ രക്ഷിതാവിങ്കലുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. ഖാലിദീന ഫീഹ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും എന്നേക്കുമായിട്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്, ആ സ്വർഗം, ആ തൃപ്തി എന്നൊക്കെ ഈ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ തൃപ്തി ഈ കൂട്ടർ ആഗ്രഹിച്ചില്ല. അപ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ വിശ്വാസം സംശുദ്ധമാക്കണം, വിശ്വാസം ശരിയാക്കണം. അതിൻ്റെ ശേഷം സൽക്കർമ്മങ്ങൾ ചെയ്യണം, മാതാപിതാക്കളെ അനുസരിക്കണം, കൃത്യമായ സമയങ്ങളിൽ നമസ്കരിക്കണം, കുടുംബത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം, പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ക്ഷമിക്കണം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കുകയും അയൽവാസികളോടുള്ള ബന്ധം, അതുപോലെ തന്നെ രോഗികളുമായുള്ള ബന്ധം, അങ്ങനെ എല്ലാ നിലക്കുമുള്ള സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, വിശ്വാസം ശരിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഒട്ടനേകം സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിക്കുമെന്നാണ്. എന്നാൽ ഈ കുഫാറുകൾ, ഈ മുർത്തദ്ദുകൾ, ഈ മുനാഫിക്കുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയെ അവർ വെറുത്തു. അതുകൊണ്ടാണ് അവരുടെ ഇത്ര നിന്ദ്യമായ രൂപത്തിൽ അവരുടെ റൂഹിനെ പിടിക്കാനുള്ള സാഹചര്യമുണ്ടായത്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയെ അവർ വെറുത്തതിനാൽ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന, അള്ളാഹുവിനെ ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങളെ പിൻപറ്റുകയും ചെയ്തതിനാൽ ഫഅഹ്ബത അഅമാലഹും, അള്ളാഹു അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുമെന്നാണ്. അപ്പോൾ ഈ കുഫാറുകൾക്ക് കർമ്മങ്ങളുണ്ടോ? നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന കുഫാറുകളെ നമുക്ക് കാണാൻ കഴിയും. മുർത്തദ്ദുകളാണെങ്കിലും ഒരുപക്ഷെ ജീവിതത്തിൽ ചില നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. കാഫിറുകളുടെ ജീവിതത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് അവർ വെറുതെ വിചാരിക്കുകയാണ്. ഇത്തരത്തിൽ ഇവരുടെ ചെയ്തികൾ കാരണത്താൽ ഇവർ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഈ സൽക്കർമ്മങ്ങളെല്ലാം പാഴായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരുവിധ ഉപകാരമോ നേട്ടമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായിരുന്നാലും ഈ 2 ആയത്തുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം, ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവൻ്റെ തൃപ്തി ലഭിക്കാനുള്ള കാര്യങ്ങൾ ഓരോന്നും ഓരോ വിശ്വാസിയും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാത്ത പക്ഷം കുഫാറുകളെപ്പോലെയായിരിക്കും, ഈ മുർത്തദ്ദുകളെപ്പോലെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ വെറുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കുഫാറുകളെപ്പോലെയാവുകയും ഇത്ര നിന്ദ്യമായ ഹീനമായ മരണമായിരിക്കും സംഭവിക്കാനുള്ളത് എന്നൊക്കെയുള്ള പാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നത്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട മോശമായ സ്വഭാവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ വിശ്വാസികളായി മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെയാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് എങ്കിൽ അവൻ്റെ റൂഹിനെ പിടിക്കുന്ന രംഗങ്ങളും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മലക്കുകൾ കൂട്ടമായി വന്നുകൊണ്ട് വിശ്വാസിയോട് സമാധാനത്തിൻ്റെ വാക്കുകൾ മൊഴിയുമെന്നാണ്. നിനക്ക് സ്വർഗമാണുള്ളത്, അബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദുൻ. സൂറത്തുൽ ഫുസ്സിലത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ നല്ല റൂഹിനെ പിടിക്കാൻ മലക്കുകൾ കൂട്ടമായി വന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുമെന്നാണ്. ഇനി മുതൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല, ഇനി മുതൽ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരികയില്ല, നിങ്ങൾ സ്വർഗത്തിലേക്കാണ്, നിങ്ങൾ സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് മലക്കുകൾ പറയുമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ, വിശ്വാസികളിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കുഫാറുകളുടെ
കുഫാറുകളുടെ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ, വിശ്വാസികളിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.